ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണെന്ത്, ഇറ്റ് ഇഗ്നോർസ് റിട്ടേൺസ് ആഫ്റ്റർ ദ പേ ബാക്ക് പീരീഡ്. ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഹലോ ഗായ്സ്, വെൽക്കം ടു എൻട്രി എലിവേറ്റ് ACCA. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ACCAയുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പേപ്പറിലെ ബേസിക്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസിലെ തന്നെ പേ ബാക്ക് പീരീഡ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേ ബാക്ക് പീരീഡിന് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കി, ഈവൻ ക്യാഷ് ഫ്ലോ വരുമ്പോൾ പേ ബാക്ക് പീരീഡിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നോക്കി അല്ലേ. ഇന്നപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ലാസ്റ്റ് ആയപ്പോൾ നമ്മൾ ഇന്ന് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ പറയുന്നു. സോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പേ ബാക്ക് പീരീഡിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ആദ്യത്തെ അഡ്വാൻറ്റേജ് ആണെന്ത്, കാൽക്കുലേഷൻ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ കഴിഞ്ഞ രീതി കണ്ടാണെന്ത്, ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ ക്യാഷ് ഇൻഫ്ലോ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, പേ ബാക്ക് പീരീഡ് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ യൂസ്ഫുൾ ഇൻ സർട്ടൻ സിറ്റുവേഷൻസ്, റാപ്പിഡ്ലി ചേഞ്ചിങ് ടെക്നോളജി. മീൻസ് ടെക്നോളജി ഭയങ്കര ചേഞ്ച് ആകുന്ന ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കും. നമ്മുടെ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി അതുപോലത്തെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കും. അവിടെ എപ്പോഴും ടെക്നോളജി ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും, പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കമ്പനീസ് പേ ബാക്ക് പീരീഡ് യൂസ് ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പേ ബാക്ക് പീരീഡ് യൂസ് ചെയ്യുന്ന കമ്പനി എപ്പോഴും എന്ത് ചെയ്യും, ഏറ്റവും ഫാസ്റ്റ് പേ ബാക്ക് പീരീഡ് കിട്ടുന്ന പ്രോജക്ട്സ് സെലക്ട് ചെയ്യും അല്ലേ. അപ്പോൾ പേ ബാക്ക് പീരീഡ് യൂസ് ചെയ്യുന്ന കമ്പനീസ്, ഇപ്പോൾ ടെക്നോളജി റിലേറ്റഡ് കമ്പനീസ് ആണെങ്കിൽ അവർ പേ ബാക്ക് പീരീഡ് ആണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കും. അവർ ഏറ്റവും ഫാസ്റ്റ് പേ ബാക്ക് പീരീഡ് കിട്ടുന്ന പ്രോജക്ട്സ് ആയിരിക്കും സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ അവരിപ്പോൾ ഒരു 2 വർഷത്തെ പ്രോജക്റ്റാണ് സെലക്ട് ചെയ്തതെന്ന് വിചാരിക്കും. 2 വർഷം കഴിയുമ്പോൾ പുതിയൊരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്തായാലും എന്ത് കിട്ടും, 2 വർഷം കഴിയുമ്പോൾ ഈ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത പ്രോജക്റ്റിൽ നിന്ന് എന്ത് കിട്ടും, റിട്ടേൺ എല്ലാം കിട്ടും. പിന്നെ ഇവർക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ പ്രോജക്റ്റിലേക്ക്, പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പം അതാണ് പറയുന്നത്, റാപ്പിഡ്ലി ചേഞ്ചിങ് ടെക്നോളജി ഉള്ള കേസിൽ നമ്മുടെ പേ ബാക്ക് പീരീഡ് എന്താണ്, യൂസ്ഫുൾ ആണ്. പിന്നെ ഇംപ്രൂവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടീഷൻസ്. നമുക്ക് ചില കേസിൽ എന്ത് ചെയ്യേണ്ടി വരും, ആദ്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അത് അത്ര സക്സസ്ഫുൾ ആയിരിക്കത്തില്ല. മീൻസ് പേ ബാക്ക് ഒക്കെ കിട്ടി കാണും, പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്ന് തോന്നുവാണ്. അങ്ങനെയാണെങ്കിൽ പേ ബാക്ക് പീരീഡ് യൂസ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു കമ്പനി ആദ്യമേ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വിചാരിക്കും, അവർക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല അവർക്ക്. പക്ഷേ അപ്പം ഇവർക്ക് ഈ റിട്ടേൺ എങ്ങനെ കിട്ടും, പെട്ടെന്ന് കിട്ടും. പേ ബാക്ക് പീരീഡ് ഏറ്റവും സ്പീഡുള്ള പ്രോജക്റ്റിലേക്ക് ഇവർ സെലക്ട് ചെയ്യുന്നത്. പെട്ടെന്ന് റിട്ടേൺ കിട്ടുന്ന അറിയാം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അടുത്ത പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. മീൻസ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഫേവേഴ്സ് ക്വിക്ക് റിട്ടേൺ, പെട്ടെന്ന് റിട്ടേൺ കിട്ടാൻ പ്രോജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ എപ്പോഴും പറയുന്ന പോലെ. അപ്പം അത് കാരണമുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കമ്പനി ഗ്രോത്ത് എന്താവും, പെട്ടെന്നായിരിക്കും. കമ്പനിയുടെ ഗ്രോത്ത് പെട്ടെന്നായിരിക്കും. കാരണം കമ്പനി ആദ്യമേ എന്ത് ചെയ്യും, ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, അതിൽ നിന്ന് റിട്ടേൺ കിട്ടിയിട്ട് ആ റിട്ടേൺ വെച്ചിട്ട് രണ്ടാമത്തെ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, പിന്നെ രണ്ടാമത്തെ പ്രോജക്റ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ വെച്ച് മൂന്നാമത്തെ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കമ്പനിക്ക് എന്ത് വരും, ഒരു നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റും. പിന്നെ മിനിമൈസസ് റിസ്ക്. നമ്മുടെ റിസ്ക് കൂടുന്ന എപ്പോഴായിരിക്കും, കൂടുതൽ ടൈം എടുക്കുമ്പോൾ അല്ലേ. നിങ്ങളിപ്പോൾ ഒരാൾക്ക് കടം കൊടുത്തെന്ന് വിചാരിക്കും, അവൻ്റെ അടുത്ത് നിങ്ങൾ പറയുകയാണ്, നീ 10 വർഷം കഴിഞ്ഞ് തന്നാൽ മതി എന്ന് പറയുകയാണ്. 10 വർഷം കഴിഞ്ഞ് അത് കിട്ടുമോ എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ, ഇവൻ ആ പൈസ കൊണ്ട് എന്ത് ഇടും, നാട് വിടും അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ വരത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സമയത്തുള്ള പേ ബാക്ക് പീരീഡ് ഉള്ള പ്രോജക്റ്റ് സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താ, നമുക്ക് റിസ്ക് കുറവാണ്. കാരണം നമ്മളിപ്പോൾ ഒരു 2 വർഷത്തെ പേ ബാക്ക് പീരീഡുള്ള പ്രോജക്റ്റ് സെലക്ട് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരാൾക്ക് കടം കൊടുത്താൽ 2 വർഷത്തെ കൊടുക്കുന്നതായിരിക്കും അതോ 10 വർഷം കൊടുക്കുന്നതായിരിക്കും കുറച്ച് റിസ്ക്, 2 വർഷത്തെ ആയിരിക്കും. കാരണം എന്താ, അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടുമെന്നൊരു ഉറപ്പുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് പേ ബാക്ക് പീരീഡ്. നമ്മളൊരു 2 വർഷം 3 വർഷത്തെ പ്രോജക്റ്റൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിസ്ക് കുറവാണ്. കാരണം എന്താ, നമുക്ക് എന്തായാലും റിട്ടേൺ കിട്ടുമെന്ന് നല്ല ഉറപ്പുണ്ട്. പിന്നെ മാക്സിമൈസസ് ലിക്വിഡിറ്റി. നമ്മളെന്താണ്, പേ ബാക്ക് പീരീഡ് കുറച്ചുള്ള പ്രോജക്റ്റ്സാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് കിട്ടും, ക്യാഷ് തിരിച്ച് കിട്ടും. മീൻസ് നമ്മുടെ ക്യാഷ് ഫ്ലോയുടെ പൊസിഷൻ കൂടുതലായിരിക്കും. മീൻസ് ലിക്വിഡിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ക്യാഷ് ഫ്ലോയുടെ ഒരു പൊസിഷൻ. സോ പേ ബാക്ക് പീരീഡ് യൂസ് ചെയ്യുന്ന കമ്പനിയുടെ ലിക്വിഡിറ്റി എന്തായിരിക്കും, നല്ല ഹൈ ആയിരിക്കും. പിന്നെ നമ്മുടെ അടുത്തൊരു അഡ്വാൻറ്റേജ് ആണ്, ഇറ്റ് യൂസസ് ക്യാഷ് ഫ്ലോസ് നോട്ട് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. നമ്മൾ പേ ബാക്ക് പീരീഡിൽ യൂസ് ചെയ്ത് എന്താ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ ആനുവൽ ക്യാഷ് ഫ്ലോ. അങ്ങനെ ക്യാഷ് ഫ്ലോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പയർഡ് ടു അക്കൗണ്ടിങ് പ്രോഫിറ്റ്. കാരണം ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അക്കൗണ്ടിങ് പ്രോഫിറ്റിന് എന്തുണ്ട്, കുറേ ഡിസഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ ഒരു അക്കൗണ്ടിങ് പ്രോഫിറ്റ്, അത്രയും ഡിസഡ്വാൻറ്റേജുള്ള അക്കൗണ്ടിങ് പ്രോഫിറ്റ് യൂസ് ചെയ്യാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്യാഷ് ഫ്ലോസ് യൂസ് ചെയ്തിട്ട് പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് ആക്ച്വലി അക്കൗണ്ടിങ് പ്രോഫിറ്റിൻ്റെ ആ ഒരു ഡിസഡ്വാൻറ്റേജസ് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലൊക്കെ കൂടെ കറക്റ്റായിട്ട് നോക്കുന്നതായിരിക്കും. അപ്പം ഇതാണ് ആക്ച്വലി പേ ബാക്ക് പീരീഡിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. ഇനി നമുക്കെന്ത് നോക്കാം, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണെന്ത്, ഇറ്റ് ഇഗ്നോർസ് റിട്ടേൺസ് ആഫ്റ്റർ ദ പേ ബാക്ക് പീരീഡ്. ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്, ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണെന്ത്,
റിട്ടേൺ ആഫ്റ്റർ ദ പേ ബാക്ക് പീരീഡ് നമ്മൾ ഇഗ്നോർ ചെയ്യും. സപ്പോസ് ഒരു പ്രൊജക്റ്റിൻ്റെ പേ ബാക്ക് ഒരു 2 ഇയേഴ്സ് ആണെന്ന് വിചാരിക്കും. 2 വർഷം ഓക്കെ സെറ്റ്, അങ്ങനെ വിചാരിച്ച കമ്പനി എന്ത് ചെയ്യും, ആ പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ 2ാമത്തെ വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു പ്രൊജക്റ്റ് എങ്ങനെയാണെന്ന് കമ്പനി എന്ത് നോക്കത്തില്ല, ചിലപ്പം കൺസിഡർ ചെയ്യത്തില്ല. ചിലപ്പോൾ ഒരു 10 വർഷത്തെ പ്രൊജക്റ്റ് ആയിരിക്കും, അതിൻ്റെ പേ ബാക്ക് 2 ഇയേഴ്സ് ആയിരിക്കും എന്നേ ഉള്ളൂ. പക്ഷേ ബാക്കി 8 വർഷം, ഈ 2ാമത്തെ വർഷം കഴിഞ്ഞ് ബാക്കി 8 വർഷം ഈ പ്രോജക്റ്റ് റൺ ചെയ്യണ്ടേ അല്ലേ? അതൊന്നും കൺസിഡർ ചെയ്യാതെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, പേ ബാക്ക് പീരീഡ് വെച്ച് ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യണോ, അക്സെപ്റ്റ് ചെയ്യണോ, റിജക്റ്റ് ചെയ്യണോ എന്ന് നോക്കുന്നത്. സോ അതാണ് ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ്. ആ ഒരു പേ ബാക്ക് പീരീഡ് കഴിഞ്ഞിട്ടുള്ള പ്രോജക്റ്റിൻ്റെ ലൈഫ് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. പിന്നെ അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് ആണെന്ത്, ടൈമിംഗ് ഓഫ് ദ ക്യാഷ് ഫ്ലോ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. മീൻസ് ടൈം വാല്യൂ ഓഫ് മണി. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിലായിരിക്കും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ഇത്ര അറിഞ്ഞാൽ മതി, നമ്മുടെ ആ ഒരു ടൈം വാല്യൂ ഓഫ് മണിയുടെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു പേ ബാക്ക് പീരീഡിലേക്ക് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ക്യാഷ് ഫ്ലോസ് വെച്ച് അങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് പോവുകയാണ്. പിന്നെ ഇറ്റ് ഈസ് സബ്ജക്റ്റീവ്, നോട്ട് ഡെഫിനറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സിഗ്നൽ. കാരണം എന്താ വെച്ചാൽ ഇത് സബ്ജക്റ്റീവാണ്. ഇതിപ്പോൾ ഒരു പ്രോജക്റ്റിൻ്റെ പേ ബാക്ക് പീരീഡ് 2 ഇയേഴ്സ് 3 ഇയേഴ്സ് അതൊക്കെ, അപ്പം അത് ഡിസൈഡ് ചെയ്യുന്ന മാനേജേഴ്സ് ആയിരിക്കും. 2 ഇയേഴ്സ് ആണോ പേ ബാക്ക് പീരീഡ്, എന്നാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. അപ്പം ഇത് കറക്റ്റായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സിഗ്നൽ ഇവിടെ ഇല്ല. 2 ഇയേഴ്സ് ആണെങ്കിൽ എന്തായാലും അക്സെപ്റ്റ് ചെയ്യാം, അങ്ങനെ ഒരു സംഭവമില്ല. ഇത് സബ്ജക്റ്റീവാണ്. മീൻസ് ഓരോ മാനേജേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ചില മാനേജേഴ്സ് അക്സെപ്റ്റ് ചെയ്യും, ചില മാനേജേഴ്സ് റിജക്റ്റ് ചെയ്യും. സോ അതാണ് ഇതിൻ്റെ അടുത്ത ഡിസഡ്വാൻറ്റേജ്. ഇതിൽ കറക്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സിഗ്നൽ ഇല്ല. പിന്നെ അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് ആണിത്, ഇറ്റ് ഇഗ്നോർസ് പ്രോജക്റ്റ് പ്രോഫിറ്റബിലിറ്റി. നമ്മൾ നേരത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത് പ്രോഫിറ്റബിലിറ്റി ഇഗ്നോർ ചെയ്യുന്ന ഒരു നല്ല കാര്യമായിട്ടാണ്. പക്ഷേ വേണമെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടും പറയാത്തത്, നമ്മൾ പ്രോഫിറ്റ് കൺസിഡർ ചെയ്യാത്തത് വേണമെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടും പറയാം. അപ്പം ഇതാണ് ആക്ച്വലി എന്ത്, നമ്മുടെ പേ ബാക്ക് പീരീഡിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. നമുക്കിനി എന്ത് നോക്കാം, ഇതിൻ്റെ കാൽക്കുലേഷൻസ് കുറച്ചും കൂടെ ഉണ്ട്. അത് നമ്മൾ അതും കൂടെ ഒന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ച്വലി നോക്കി എന്തായിരുന്നു, മീൻസ് ആ ഒരു ഈവൻ ക്യാഷ് ഫ്ലോയുടെ കേസിലാണ്. മീൻസ് ക്യാഷ് ഇൻഫ്ലോ എല്ലാ വർഷവും ഒരു $2,000 $3,000 വെച്ച് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആദ്യത്തെ വർഷം 2,000, 2ാമത്തെ വർഷം 2,000. ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ ക്യാഷ് ഇൻഫ്ലോ. പക്ഷേ അൺഈവൻ ക്യാഷ് ഫ്ലോ വരുവാണ്. മീൻസ് നമ്മുടെ ആദ്യത്തെ വർഷം ഒരു 3,000, 2ാമത്തെ വർഷം ഒരു $5,000, അങ്ങനെ മാറി മാറി അൺഈവൻ ക്യാഷ് ഫ്ലോസ് ആണ്. ആ കേസിൽ നമുക്ക് ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പകരം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ജസ്റ്റ് എഴുതി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. നമുക്കത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഇതാണ് ഒരു പ്രോജക്റ്റിൻ്റെ ക്യാഷ് ഫ്ലോസ് വരുന്നത്. ക്യാഷ് ഫ്ലോസ് ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇയർ 0 ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ 3,100, പിന്നെ ഫസ്റ്റ് ഇയറിൽ 1,000, സെക്കൻഡ് ഇയറിൽ 900, തേർഡ് ഇയറിൽ 800, 4th and 5th ഇയറിലും 500 വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേ ബാക്ക് പീരീഡ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ കേസിൽ അൺഈവൻ ക്യാഷ് ഫ്ലോ വരുന്ന കേസിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടൊരു കോളം കൂടെ ഉണ്ടാക്കണം. ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ. ഇപ്പോൾ ഇയർ 0 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഓക്കെ സെറ്റ് 3,100 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുവാണ്. ഫസ്റ്റ് ഇയർ ആയപ്പോൾ നമ്മൾ എന്തായി, നമുക്കൊരു ഇൻഫ്ലോ കിട്ടിയില്ലേ അല്ലേ, ഇൻഫ്ലോ കിട്ടി $1,000. അപ്പോൾ 3,100 ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്, നമുക്ക് 1,000 തിരിച്ച് കിട്ടി. ഇനി നമുക്ക് എത്ര ബാക്കി കിട്ടാനുള്ളൂ, 3,100 മൈനസ് 1,000 എത്ര, 2,100 ആണ് ബാക്കി കിട്ടാനുള്ളത് അല്ലേ. ഇനി ഇതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ നമുക്ക് 900 ഇൻഫ്ലോ കിട്ടി, 2,100 ആയിരുന്നു ബാക്കി കിട്ടാനുണ്ടായിരുന്നത് സെക്കൻഡ് ഇയറിൻ്റെ സ്റ്റാർട്ടിൽ. ഇപ്പം നമുക്ക് 900 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ബാക്കി എത്ര ഉള്ളത്, $1,200 അല്ലേ. ബാക്കി 1,200 ആണ് ഇനി കിട്ടാനുള്ളത്. അപ്പോൾ 1,200 ആണ് എനിക്ക് കിട്ടാനുള്ളത്. നമ്മളിപ്പോൾ തേർഡ് ഇയറിലാണ് നിൽക്കുന്നത്, തേർഡ് ഇയറിൻ്റെ സ്റ്റാർട്ടിൽ നമുക്ക് 1,200 ആണ് കിട്ടാനുള്ളത്. തേർഡ് ഇയറിൽ നമുക്ക് കിട്ടുന്നത് $800 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ബാക്കി എത്രയാണ് കിട്ടാനുള്ളത്, 1,200 മൈനസ് 800 എത്രയാണ്, $400 അല്ലേ. സോ $400 ആണ് നമുക്കിനി കിട്ടാനുള്ളത്. ഇയർ 3 ആയപ്പോൾ നമുക്ക് ബാക്കി, ഇയർ 3യുടെ അവസാനമായപ്പോൾ നമുക്കിനി ബാക്കി കിട്ടാനുള്ള എത്രയാണ്, $400 ആണ് അല്ലേ. നമ്മളിനി ഇയർ 4ലേക്ക് പോവാണ് അല്ലേ. പക്ഷേ ഇയർ 4ൽ നമുക്ക് $500 ആണ് കിട്ടുന്നത്. 400-നേക്കാളും കൂടുതൽ എമൗണ്ടാണ് കിട്ടുന്നത്. നമുക്ക് കറക്റ്റ് എക്സാക്ട് പേ ബാക്ക് പീരീഡ് അറിയണം. മീൻസ് $400 ആണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഇയർ 4ൽ എത്ര കിട്ടുന്നുണ്ട്, $500 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കറിയണം എന്ത്, ഈ 400 കറക്റ്റ് ഏത് പോയിന്റിലാണ് കിട്ടുന്നത്. മീൻസ് ഇയർ 4ൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എപ്പോഴുമാണ് കിട്ടുന്നത്. ഇയർ 4 കംപ്ലീറ്റ്ലി എടുക്കുന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു മാസത്തിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഒരു 400 കംപ്ലീറ്റ്ലി കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസ് വരുമ്പോൾ എന്ത് ചെയ്യണം,
നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആ ഒരു എത്ര എമൗണ്ട് ആണോ ബാക്കി കിട്ടാനുള്ളത്, ഇവിടെ ഇപ്പോൾ 400 ആണ് ബാക്കി കിട്ടാനുള്ളത്, അത് ഡിവൈഡഡ് ബൈ നമുക്ക് ആ ഒരു ലാസ്റ്റ് ഇയറിൽ ടോട്ടൽ എത്രയാണ് കിട്ടുന്നത്, എത്രയാണ് ഇവിടെ വരുന്നത് 500. സോ 400 ഡിവൈഡ് ബൈ 500 ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ എത്ര ചെയ്യുക 12 മന്ത്സ്. നമുക്ക് മന്ത്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഏത് മാസമാണ് 4ാമത്തെ വർഷത്തിൻ്റെ ഏത് മാസമാണ് നമുക്കിത് ഈ ഒരു ക്യാഷ് കിട്ടുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 10 മന്ത്സ് ആയിരിക്കും ആൻസർ വരുന്നത്, 10 മന്ത്സ്. സോ 3 വർഷവും 10 മാസവും എടുത്തിട്ടാണ് ആക്ച്വലി നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഒരു പേ ബാക്ക് കിട്ടുന്നത്. 3 years and 10 months, 3 years and 10 months. സോ ഇതാണ് ഇവിടുത്തെ എന്ത് പേ ബാക്ക് പീരീഡ് വരുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു അൺഈവൻ ക്യാഷ് ഫ്ലോസ് വരുമ്പോൾ പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇന്നത്തേക്ക് നമുക്ക് ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ആക്ച്വലി കുറേ ടോപ്പിക്സ് നോക്കി. നമ്മൾ ബേസിക്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസിൽ തന്നെ പേ ബാക്ക് പീരീഡിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കി, ഈവൻ ക്യാഷ് ഫ്ലോസ് വരുമ്പോൾ പേ ബാക്ക് പീരീഡിൻ്റെ കാൽക്കുലേഷൻ നോക്കി, നമ്മൾ അൺഈവൻ ക്യാഷ് ഫ്ലോസ് വരുമ്പോൾ കാൽക്കുലേഷൻ നോക്കി, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് കാര്യങ്ങളെല്ലാം നോക്കി. സോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ടോപ്പിക്സ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക, നമ്മുടെ മെൻറ്റേഴ്സ് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.